നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ മേലെല്ലാം പരിശുദ്ധ അമ്മ അത് ഏറ്റെടുക്കേണ്ട സമയമാണ്. ഈശോ അത് നിങ്ങളെ സാക്ഷികളാക്കി മാറ്റുന്ന സമയമാണ്. ഏറ്റവും വലിയൊരു സമയമാണ്. 10,000 പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആദ്യമായി ദൈവം തന്ന എല്ലാ ദാനങ്ങൾക്കും സർവോപരി ഈ കണ്ണീരിൻ്റെ കാലത്തെ കർത്താവിനെ കൈപിടിക്കാൻ നിന്നെ വിളിച്ചതിന് കൈ അടിച്ച് കർത്താൻ സൊല്ലി. പ്രിയമുള്ളവരെ, രോഗമുള്ളവരെ, കന്നുകാലികളുടെ രോഗം വരെ ഇപ്പോഴും പ്രാർത്ഥനയുടെ വിഷയമാണ്. കർത്താവ് അതിൻ്റെ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും പ്രാർത്ഥിക്കാണ്ടിരിക്കരുത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നീ ജീവിക്കണത്. ഹൃദയരോഗികൾ നെഞ്ചത്ത് ഇടതുവശത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കൈവെക്കേണ്ട സമയം മുതൽ വിശ്വാസപ്രമാണം ചൊല്ലാൻ തുടങ്ങേണ്ടതാണ്. കരൾ രോഗികളും നെഞ്ചും കൂടിൻ്റെ താഴെ സമാന്തരമായിട്ട് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട വെളിപാടുകളിൽ ഒന്നാണ് കൈവെപ്പ് പ്രാർത്ഥന. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൈവെക്കുന്നത്. ഉടമ്പടിയുടെ ഒരു ആചാരവട്ടമാണ് കൈവെപ്പ്. എബ്രഹാം പോലും ഇസഹാക്കിന് ജീവിത പങ്കാളിയെ തിരക്കി പോകുമ്പോഴും തുടയിൽ കൈവെപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടായി വിടുന്നത്. കൈവെപ്പ് ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വിശ്വസ്തത ഏറ്റുപറയുന്ന, വിശ്വാസത്തെക്കാൾ ഉപരി കൈവെപ്പ് ഉദ്ദേശിക്കുന്ന വിശ്വസ്തതയാണ്. ആ ദാസനോട് വിശ്വസ്തത വാഗ്ദാനം ചെയ്യാനാണ് പറയണത്. അബ്രഹാം പറഞ്ഞു കൊടുക്കണത്, പെണ്ണ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് മാത്രമേ, അതേ വിശ്വാസത്തിൽ മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞാണ് വിടുന്നത്. അത് അങ്ങനെ ചെയ്യത്തുള്ളെന്ന് പറഞ്ഞ് വിശ്വസ്തതയുടെ ഭാഗമായിട്ടാണ് കൈവച്ച് പ്രാർത്ഥിക്കണത്. തുടയിൽ അതൊരു വിശ്വാസിയുടെ നിലപാടിൻ്റെ വിഷയമാണ്. ഉദരരോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഉദരരോഗികളെന്ന് പറയുമ്പോൾ ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രാശയത്തിൽ കല്ലുള്ളവർ, ഗർഭാശയം ചുരുങ്ങിപ്പോണവർ, ഗർഭാശയത്തിന് ഈട് കൂടിയിട്ട് താഴേക്ക് വരുന്നവരുണ്ട്, എൻ്റെ പേരിൽ ബ്ലീഡിങ് ഉണ്ടാകുന്നവരുണ്ട്, ഗർഭാശയത്തിൻ്റെ കട്ടി കൂടുന്നവരുണ്ട്, കട്ടി കുറയുന്നവരുണ്ട്, അതിന് പിന്നെ കുട്ടികളില്ലാത്തവരുണ്ട്. ഇങ്ങനെ എല്ലാ ന്യൂനത ഉള്ളവരും കൈവച്ച് പ്രാർത്ഥിക്കണം. കിഡ്നി രോഗികൾ, നടുവേദനയുടെ കശേരികൾ ഇളകിയിരിക്കുന്നവർ, മാറാത്ത നടുവേദനയുള്ളവർ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കണ്ണ് സംബന്ധം, ചെവി സംബന്ധം, ശിരസ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്ക് വേണ്ടി നെറ്റിയിൽ മാത്രം കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. ചെവി കേൾക്കാത്തവരെ, കണ്ണ് കാണാത്തവരെ, മൂക്കിൽ സിസ്റ്റ് അഡിനോയിഡിൻ്റെ അസുഖമുള്ളവർ, തൈറോയിഡുകാർ, ടോൺസിറ്റുകാർ, സ്പൊണ്ടലോസിസിൻ്റെ അസുഖമുള്ളവരൊക്കെ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത്ര അനേകം പ്രാർത്ഥനകളും അനേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ സാക്ഷ്യങ്ങളും എല്ലാം യൂട്യൂബിലുണ്ട്. നീ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. അച്ഛൻ നിൻ്റെ രോഗങ്ങൾ ഈശോ കേൾപ്പിക്കുകയാണ്. അറിയാതെ മൂത്രം പോകുന്നവരുണ്ട്, മലം പോകുന്നവരുണ്ട്, രക്തം പോകുന്നവരുണ്ട്. അവരെല്ലാം അടിവേറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വാതരോഗികൾ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതിയാവും. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതിപ്പറിയാത്തവർ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. വിശ്വാസപ്രമാണം അറിയാൻ പാടാത്തവരാണ് സ്തുതിച്ചുകൊണ്ടിരിക്കേണ്ടത്. അതിശക്തമായി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധമായ വലത്ത് കരത്താൽ കർത്താവേ അങ്ങനെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം നീ കടയിൽ, നിൻ്റെ കട, എന്നിട്ട് നിനക്ക് പൈസ ഇല്ല വന്നപ്പോൾ നിൻ്റെ വീട് നീ ജാമ്യം മേടിച്ച്, അല്ല നിങ്ങൾ ഒരു ലോൺ എടുത്തപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങൾക്കങ്ങനെ, ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ലോൺ കൊടുത്ത് പരിചയമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് തീരെഴുതി തരണം. എന്നിട്ട് നിങ്ങളുടെ കടം തീരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. കടം തീർത്തില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ നിവൃത്തിയില്ലാതെ എത്രയോ പേരാണ് വീട് തീർ കൊടുത്തിരിക്കണത്.
അപ്പോൾ വീട് തീരെ കൊടുത്ത ആൾക്കാർ, കടക്കാർക്ക്, മണി ലെൻഡേഴ്സിന് വീട് തീരെ കൊടുത്ത ആൾക്കാർ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിന് മറുപടിയൊന്നുമില്ലെന്ന്? ഇതിന് മറുപടിയുണ്ട്. കാര്യം എന്താണ്? നീ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. ലോകത്തിലുള്ള മറുപടി ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും അമ്മ മാതാവ് ശാശ്വതമായ ഒരു സെക്യൂറായിട്ടുള്ള ഒരു മറുപടിയാണ് നിനക്ക് തരാൻ പോണത്. അത് അമ്മയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ മാനുഷികമായ ഒരു മാർഗ്ഗം ഈ കാനായിലെ കല്യാണത്തിൽ ഉപയോഗിക്കാമായിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ പറയും, അപ്പുറത്തെ വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയും. ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും. അവിടെ ആ വീടിനവിടെ വായ്പ അവിടെ ആ വീട്ടിൽ വീഞ്ഞില്ലെന്ന് പറഞ്ഞ് അവിടെ തിരിച്ചു വരുമ്പോൾ പറയും, കടയിൽ പോയി കാശ് കൊടുത്തിട്ട് കടയിൽ പോയി വാങ്ങിക്കാൻ പറയും. ആ വിഷയം അങ്ങനെ ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അമ്മ അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ ഇതെല്ലാം യേശുക്രിസ്തുവിനെ കക്ഷിയാക്കിക്കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നിന്നെ ഉടമ്പടിക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കൈ അടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 119:2 വായിച്ചുള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നതും ഏറ്റുപറയുക. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് എത്ര കാലങ്ങൾ ഇങ്ങനെ മാറിയാലും ഇതിനൊന്നും മാറ്റമില്ല. നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടുന്ന് അതായത് റിബി ജോസഫ് ടീച്ചർ അവർ ആലപ്പുഴയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവൻ മനസ്സിലാക്കി. ഇവർക്ക് ഉടനെ ഒരു ഫോൺ വരും. ഞാനിത് ഈ സാക്ഷ്യത്തെ ധ്യാനിക്കുകയാണ്. 119:27 അനുസരിച്ചുകൊണ്ട് ധ്യാനിക്കുകയാണ്. സാക്ഷ്യത്തെ അവിടുത്തെ അത്ഭുതങ്ങളെ നീ ധ്യാനിക്കണം. ഒരു ഫോൺ വരുമ്പോൾ എന്താ, ഒരു കൂട്ടുകാരത്തെ വിളിക്കുകയാണ്. എടി ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതാണ് ഒരു അറിവ്. ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്കറിയത്തില്ല, ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിൽ ആൾക്കാർ ജോലിക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നു. നിങ്ങളുടെ ജോലി എത്രയോ സ്ഥലങ്ങളിൽ ഉദിച്ചസ്തമിച്ച് പോകുന്നു. യു ആർ നോട്ട് നോയിങ് ഇറ്റ്. നിങ്ങൾ അറിയുന്നില്ല. ഇപ്പം നേഴ്സുമാരെ ജോലി തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് വിളിക്കും. ചില നേഴ്സുമാർ വന്നിട്ട് പറയും, അച്ഛാ കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് PSC നേഴ്സിങ്ങിന് വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലെന്ന് പറയും. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകളെ ദൈവം സംരക്ഷണത്തിൻ്റെ വലയിൽ കൊണ്ടുവരും. അത് മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ ടീച്ചറിന് സംഭവിച്ചത് എന്താണ്? ടീച്ചറിന് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു, ഇന്ന സ്കൂളിൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ടീച്ചറിൻ്റെ മനസ്സുറിനെ വാടും. എന്താ കാര്യം? അതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് അവർ പറയും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. ഇവർ 17 കൊല്ലമായില്ലേ പഠിച്ചിറങ്ങിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയി ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഒരു മെറിറ്റിൻ്റെ പ്രശ്നമുണ്ട്.
അവർക്ക് അതിനുള്ള മെറിറ്റില്ലെന്നാണ് പറയണത്. കാര്യം ഞാൻ പണ്ട് പഠിച്ചതിൽ എൻ്റെ പഴയ സിലബസാണ്. ഇപ്പോഴത്തെ പിള്ളേരുമായിട്ട് പഠിച്ചാൽ നമുക്ക് അവരെ അടിച്ചു മാറ്റും ജോലി. അവർക്ക് കലിബറുണ്ട്, അത് മെറിറ്റ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു പ്രോബ്ലം, ദൈവത്തിന് ഈ വിഷയം പണ്ടേ അറിയാം. മെറിറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വത്വപ്രതിസന്ധിയാണെന്നറിയാം. ഈ പ്രായം ആൾക്കാരുടെ സ്വത്വപ്രതിസന്ധിയാണ് മെറിറ്റ് പ്രോബ്ലം. എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. കല്യാണം താമസിക്കണത് എന്തുകൊണ്ടാണ്? കല്യാണം താമസിക്കുന്നത് ചിലപ്പോൾ കെട്ടിച്ചു വിടാൻ പണമില്ലാത്തത് കൊണ്ടാണ്, മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മെറിറ്റിലാണിത് വർക്ക് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മെറിറ്റുള്ളവരും മെറിറ്റ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകാം. യോഗ്യത ഉള്ളവരും യോഗ്യത ഇല്ലാത്തവരും ഉണ്ടാകാം. ചിലപ്പോൾ മനുഷ്യന്മാർ യോഗ്യത കളഞ്ഞവരുണ്ടാകാം, ചിലപ്പോൾ സ്വാഭാവികമായ യോഗ്യത പോയവരുണ്ടാകാം. ഇവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിന് ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഒരു ഉദാഹരണം, ചേട്ടനും അനുജനും അവർ കുഴപ്പമൊന്നുമില്ല. അവർ തറവാട്ടിൽ നിന്ന് മാറിയപ്പോൾ 50-50 കിട്ടിയ ആൾക്കാരാണ്. ചേട്ടനും അനുജനും തറവാട്ടിൽ നിന്ന് ഭാഗവുടമ്പടി ചെയ്ത് മാറിയപ്പോൾ അപ്പൻ അവർക്ക് പകുതി കൊടുത്തതാണ്. പക്ഷേ 10-15 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ പാപ്പരുമായി അനിയൻ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ചേട്ടൻ്റെ 3 പെൺമക്കളാണ്. അതിൻ്റെ അകത്ത് 2 പേര് അത്രയും പഠിക്കുന്ന ആൾക്കാരല്ല. അതാണ് വിഷയം. മറ്റു അനിയന് ആൺമക്കളാണ്. അവൻ പഠിച്ചില്ലെങ്കിലും കുറച്ച് പഠിച്ചിട്ട് കല്യാണം കഴിച്ച് പോവും. അതിന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ പെൺമക്കളുള്ള കുടുംബത്തിൽ അവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തറവാട് ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ആരുണ്ടാക്കിയതാണിത്? ആരും ഉണ്ടാക്കിയതല്ല. ആ കുഞ്ഞുങ്ങൾ പഠിക്കാതെ നിന്ന് വന്നതാണ് അതിൻ്റെ വിഷയം. അപ്പോഴേ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ, ഈക്വലായിട്ട് കൊടുത്തതാണ്. ഈക്വലായിട്ട് കൊടുത്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് ചില ആൾക്കാർ പുറകിലായി പോകും. ഈ ആയപ്പോയ ആൾക്കാർക്ക് എന്നും പുറകിൽ കിടന്നാൽ മതിയോ? ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പുറകിലായി പോയത്. ചിലപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ മൂത്തവൾ പഠിക്കാതെ വീട്ടിൽ നിന്ന് അപ്പനെ നോക്കിക്കാണും. അതായിരിക്കും സംഭവം. അപ്പന് അസുഖമായി പോയില്ലേ? അവന് 45 വയസ്സായപ്പോൾ അപ്പന് അസുഖമായി. അപ്പം മൂത്തവൾ അപ്പനെ നോക്കാൻ വീട്ടിൽ നിന്ന്, അവൾക്ക് പഠിക്കാൻ ഒത്തില്ല. അപ്പം അങ്ങനെ മാനുഷികമായ കാരണങ്ങളാൽ ചില ആൾക്കാർ പുറകിലായി പോകും. അപ്പോൾ പുറകിലായിപ്പോയ ആൾക്കാർ ഇതാണ് വിധിയെന്നും പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നാൽ ദൈവം അത് ഉദ്ദേശിക്കണില്ല. ദൈവം എന്താണ്? ഈ മെറിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യണത് എന്താ? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? മെറിറ്റ് വെച്ചാൽ യോഗ്യത. എൻ്റെ മക്കൾ യോഗ്യത പോയെന്ന് വിചാരിച്ചുകൊണ്ട് പുറകിൽ കിടക്കരുത്. ഇപ്പം നമ്മൾ ജ്ഞാനത്തിന് അതായത് നമ്മുടെ ഇടയ്ക്ക് പറയുന്നൊരു വചനമുണ്ടല്ലോ, കാലാപിറക്കുന്നവരെ പോലെ. പ്രഭാഷകൻ 33:16-17. ഒന്ന് വായിച്ചോളൂ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. നിങ്ങളൊന്ന് ഏറ്റു പ്രാർത്ഥിച്ച്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ആ കേട്ടോ. കാലാപിറക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഇതാണ് സംഭവം. അപ്പൊ ഒടുവിലാണ് ഉണർന്നത്, പുറകിലായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വിധിയാണെന്ന് പറയരുത്. കാരണം കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതിനാണ് നിനക്ക് അനുഗ്രഹം വരേണ്ടത്. കർത്താവ് നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. നീ കർത്താവിൽ ആശ്രയിക്കും. ഇതിനാണ് കവനൻ്റ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. എഫേസ്യസ് 2:8 നിന്റെ യോഗ്യതയാലല്ല, പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നിൻ്റെ സാഹചര്യം, നിൻ്റെ ശേഷി, നിൻ്റെ ശേമുഷിക്ക്, നിൻ്റെ മണി പവർ, നിൻ്റെ മസിൽ പവർ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ
കരഞ്ഞപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ആ 1,84,000 രൂപ എൻ്റെ ചേച്ചിയും എൻ്റെ ഏട്ടന്മാരും വഴി അത് അടച്ചു കൊടുത്തു. അങ്ങനെ എൻ്റെ ആ കുടുംബശ്രീക്കാർ ഞായറാഴ്ച വന്ന് അതിൻ്റെ ഉത്തരം പറയണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ ഞായറാഴ്ച ആവാൻ കാത്തു നിന്നില്ല. ആ ബുധനാഴ്ച തന്നെ എനിക്കത് അടക്കാൻ പറ്റി. പിന്നെ ഞാൻ നിർമ്മലാൻ്റിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് കൃപാസനത്തിലേക്ക് പോകണം, എനിക്ക് അവിടെ ഒന്ന് ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഇവിടെ നിർമ്മലാൻ്റി എന്നെ കൊണ്ടുവന്നു ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം വെച്ചത് എൻ്റെ മോൻ്റെ ഗെയിം കളിയായിരുന്നു. ഉറങ്ങൂല, രാത്രി മുഴുവൻ ഗെയിം കളിച്ച് പകലാണ് അവൻ്റെ ഉറക്കം. അപ്പോൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഏട്ടൻ പറയും അവനോട് ഉറങ്ങാൻ പറ, അവൻ ഉറങ്ങാതെ ഗെയിം കളിക്കുകയാണെന്ന്. പക്ഷേ ഞാൻ എൻ്റെ മാതാവിനോടാണ് പറഞ്ഞത്. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവിനോട് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ മാതാവ് എൻ്റെ മോൻ്റെ ഗെയിം കളി മാറ്റിത്തത് ഇപ്പോൾ അവന് ഗൾഫിലേക്ക് ജോലിക്ക് അയച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമത് എൻ്റെ ചേച്ചിയുടെ മകളുടെ വിവാഹ തടസ്സമായിരുന്നു. 32 വയസ്സായി അവൾക്ക്. ഓരോ ആലോചന വരും നടക്കുന്നില്ല. അത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ വിവാഹം നടന്നു കിട്ടി. നല്ലൊരു ജീവിത പങ്കാളിയെ നൽകി മാതാവ് എൻ്റെ മോളെ അനുഗ്രഹിച്ചു. പിന്നെ മൂന്നാമത് എൻ്റെ കടബാധ്യത തന്നെയായിരുന്നു. കടബാധ്യത ബ്ലേഡുകാർ, പിന്നെ പലിശക്ക് പണം വാങ്ങിയവരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ദിവസം മക്കൾ വീട്ടിൽ നിന്ന് വിളിച്ച് പറയാം, അമ്മേ ഇങ്ങനെ ബ്ലേഡുകാരൊക്കെ വീട്ടിൽ വരുന്നുണ്ട് അമ്മേ, എന്ന് ആ ബ്ലേഡുകാരെ പൈസയ്ക്ക് ഒന്ന് കൊടുത്ത് ഒഴിവാക്കുമെന്ന്. എനിക്കന്ന് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒരു 9 മണിക്ക് ഞാൻ മാതാവിൻ്റെ മുന്നിൽ നീലത്തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഒരുപാട് കരഞ്ഞ്, മാതാവ് ഞാൻ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഇതിൽ നിന്നും ഒരു മോചനം എന്നിട്ട് കരഞ്ഞപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു ചേച്ചി, പ്രീതി എന്ന പേര്, ആ ചേച്ചി എന്നോട് ചോദിച്ചു, മോളെ നീ എന്തിനാ, നിനക്ക് എന്തായാലും വിഷമം പോലെ? ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ എൻ്റെ കട ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാന്ന്. എന്നോട് ചോദിച്ചു, എന്താ എത്ര കടമുണ്ട്? ഞാൻ ഇങ്ങനെ കുറച്ച് കട ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചേച്ചി എന്നോട് പറഞ്ഞു, സാരമില്ല, നീ വിഷമിക്കണ്ട, നീ മാതാവിനോട് പ്രാർത്ഥിക്ക്, അപ്പോൾ എന്തെങ്കിലും വഴി കാണിച്ചു തരുമല്ലോ എന്ന്. അങ്ങനെ ആ ചേച്ചി അവരെ വീട്ടിൽ പോയി. അവരെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അവരെ ഭർത്താവ്, ആ വലിയ മനുഷ്യൻ, എന്നോട് അവർ വേറൊരു കൂട്ടുകാരൻ വഴി എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് എത്ര ലക്ഷം രൂപയാണ് കടം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ബ്ലേഡിനായിട്ടും കുടുംബശ്രീക്കായിട്ടും എനിക്ക് 1,30,000 രൂപ എനിക്ക് കൊടുക്കാനുണ്ടെന്ന്. അവരൊരു മടിയും കൂടാതെ എനിക്ക് ആ 1,30,000 രൂപ അവരെനിക്ക് തന്നു. അങ്ങനെ എനിക്ക് നാട്ടിൽ പോകാനുള്ള ആ ഒരു മടിയാണ് എനിക്കിങ്ങനെ കടങ്ങളെല്ലാം ആയിട്ട്, അതൊക്കെ എനിക്ക് മാറ്റിത്തന്ന എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ 4ാമത് വെച്ചത് എൻ്റെ വീട് രേഖ ചെയ്യാനായിരുന്നു. എനിക്ക് ഒട്ടും പൈസ ഇല്ലായിരുന്നു, 40,000 രൂപ വേണം. അങ്ങനെ ഈ കൃപാസനം ഒരു ഗ്രൂപ്പിൽ ഞാൻ അംഗമായിരുന്നു. അപ്പോൾ അതിലൂടെ പരിചയപ്പെട്ട ഒരു ബ്രദർ, ഒരു മുസ്ലിം സഹോദരനാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ എൻ്റെ കടബാധയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ ബ്രദറോട് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, ബ്രദർ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ കണ്ണൂരുമാണ്, ബ്രദറിൻ്റെ വീടും കണ്ണൂരാണെന്നറിയാം. അങ്ങനെ ബ്രദറോട്, ബ്രദറെ ഇങ്ങനെ 40,000 രൂപ എനിക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ വീട് രേഖയാക്കി എനിക്ക് ഞാൻ കുറച്ച് രക്ഷപ്പെടുന്നു. അങ്ങനെ ആ ബ്രദർ ഒരു വടിയും കൂടാതെ 40,000 രൂപ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ എൻ്റെ വീട് സ്ഥലം രേഖയാക്കി. പിന്നെ ബ്രദറിൻ്റെ മോന് ഒരു തെറ്റ് ചെയ്യാതെ ബോംബെയിൽ ജയിലിൽ ജോലിക്ക് പോയപ്പോൾ ബോംബെയിൽ ജയിലിൽ ആയി. അപ്പം ബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞു, ലോമിയ നിൻ്റെ കയ്യിൽ ഉപ്പുണ്ടോ, കൃപാസനത്തിൽ ഉപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ ബ്രദറെ ഉപ്പുണ്ട്, അപ്പോൾ ഞാൻ ലീവിന് വീട്ടിൽ പോയിട്ടുണ്ടായത്, അപ്പോൾ ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ബ്രദർ അന്നേരം തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഉപ്പ് കൊണ്ടുപോയി ആ ആഴ്ച തന്നെ ബോംബെയിൽ പോയി ജയിലിൽ അവൻ്റെ അവിടെയെല്ലാം ഉപ്പ് വിതറി. ഒരാഴ്ചക്കുള്ളിൽ മോൻ ജയിലിൽ നിന്ന് പുറത്ത് വന്നു. എൻ്റെ പേര് ഡെയ്സി. ഞാൻ കുടിയാൻമല ഇടവക, കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2021 മെയ് 21 ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനു മുൻപ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകൾക്കും ഭർത്താവിനും കുഞ്ഞിനും കാനഡയ്ക്ക് പോകാൻ വേണ്ടി വിസ വെച്ചിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം കൊറോണ ആയത് കാരണം വളരെ തടസ്സങ്ങളായിരുന്നു. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് വിസയ്ക്ക് 3 മാസം മാത്രം ലാസ്റ്റ് ഡേറ്റ് വരുമ്പോൾ ഏതായാലും അത് നടക്കുകയില്ല എന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ എംബസിയിൽ നിന്നും അറിയിപ്പ് വന്നു, നിങ്ങളുടെ വിസയ്ക്കുള്ള ഇത് വന്നിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കയറിപ്പോകാൻ സാധിക്കുമെന്ന്. അങ്ങനെ 3 മാസത്തിനുള്ളിൽ തന്നെ കയറിപ്പോകാൻ സാധിച്ചു.
രണ്ടാമത് മകൾക്ക് അന്നേരം പോകാൻ സാധിച്ചിരുന്നില്ല. മകൾ പോകുന്നതിന് മുൻപ് അവളുടെ ഭർത്താവിൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ ഇതിലാണ് അവൾക്ക് വിസ അനുവദിച്ചിരുന്നത്. പക്ഷേ 21 ദിവസം കൂടെ ഉണ്ടായുള്ളൂ വർക്ക് പെർമിറ്റ് തീരുവാൻ. ആ സമയത്താണ് മകൾക്ക് വീണ്ടും വിസ വരുന്നത്. മകളുടെ വിസ വന്ന് കാനഡ എംബസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ 21 ദിവസത്തേക്ക് മാത്രം ഉള്ളപ്പോൾ വിസ വന്നത് എന്ന്. പക്ഷേ എൻ്റെ മകൾ അവരോട് പറഞ്ഞു, ഇത് മാതാവ് ഞങ്ങൾക്ക് തന്നതാണെന്ന്. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് കാശുരൂപം പിടിച്ച് നിത്യവും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ആ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി മാത്രമാണ് ഈ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചത്. രണ്ടാമത് ഞാൻ വെച്ചിരുന്നത് ഞങ്ങളുടെ കടബാധ്യതയാണ്. 25 വർഷം മുൻപ് എൻ്റെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റ് മരിച്ചു. അന്ന് മുതലുള്ള കടബാധ്യത ഏകദേശം 35 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. സ്ഥലം വിൽക്കുവാനുണ്ട്, സൗകര്യമുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു കാരണവശാലും അത് വിറ്റ് പോകുന്നില്ല, എന്തിനും തടസ്സങ്ങൾ മാത്രം. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി ഞാൻ ആ ഉപ്പ് പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി പള്ളിയിൽ പോയി കുർബാന കൂടി വന്നതിന് ശേഷം അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി വിതറി. അന്ന് തന്നെ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ഒരു സഹോദരി എന്നോട് വിളിച്ച് ചോദിച്ചു, ചേച്ചി നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നോ എന്ന്. ഞാൻ പറഞ്ഞു കൊടുക്കുന്നുവെന്ന്. അങ്ങനെ അതിൽ കുറച്ച് സ്ഥലം അവർ തന്നെ എടുത്തു. അങ്ങനെ കുറേ കടബാധ്യത മാറ്റി. തുടർന്ന് വീണ്ടും സ്ഥലം വിൽക്കുവാൻ സാധിച്ചു. അങ്ങനെ 30 ലക്ഷം രൂപയുടെ കടബാധ്യതയും ഇന്ന് തീർന്നു. എല്ലാം ഈശോ നൽകിയ അനുഗ്രഹം മാത്രമാണ് അമ്മ വഴി. മൂന്നാമത് ഉടമ്പടി വെച്ചിരുന്നത് എൻ്റെ രണ്ടാമത്തെ മകളുടെ പ്രസവത്തിൻ്റെ ആയിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് അബോർഷനായി പോയി. രണ്ടാമതും പ്രഗ്നൻ്റായി. അത് 3 മാസമായപ്പോൾ ബ്ലീഡിങ് തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതും കിട്ടാൻ ബുദ്ധിമുട്ട് കാണുമായിരിക്കുമെന്ന്. പക്ഷേ ഞങ്ങൾ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ തൈലം കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എന്നും വയറിൽ തൂക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി കുഞ്ഞിന് കുഴപ്പമില്ല. എങ്കിലും പ്ലാസൻ്റ പ്രിവ്യൂ ആയത് കാരണം വീണ്ടും ബെഡ് റെസ്റ്റ് വന്നു. അതിനുശേഷം 6 മാസമായപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കരമായിട്ട് ഷുഗർ വന്നു. കൊച്ചിന് അത് ഒത്തിരി വെയിറ്റ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സമയത്തിന് മുൻപേ തന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷേ ഓപ്പറേഷൻ കൃത്യസമയത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്തോളൂ എങ്കിലും കാരണം പ്രസവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡോക്ടർ പറഞ്ഞു തല ചെറുതും ഉടൽ ഒത്തിരി വലുതുമായിരിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഓപ്പറേഷൻ ആയിരുന്നെങ്കിലും കൊച്ചിന് യാതൊരുവിധ കുഴപ്പവും ഉണ്ടായില്ല. ഞങ്ങൾ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ പേര് മരിയ എന്ന് ഇട്ടേക്കാമെന്ന്. അങ്ങനെ കുഞ്ഞിന് കൃപാ മരിയ എന്ന് പേരിട്ടു. വീണ്ടും 25 വർഷമായി ഉണ്ടായിരുന്നൊരു വീടായിരുന്നു. ഞങ്ങളുടെ പണി എന്ത് ചെയ്താൽ പൂർത്തിയാകില്ല. എത്ര പൈസ വീട് പണി പൂർത്തിയാകുന്നില്ല, അതങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഉപ്പ് പെരയ്ക്ക് ചുറ്റും വിതറി ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വീടിൻ്റെ പണി ഭംഗിയായി തന്നെ ഒരു പൈസ പോലും കയ്യിലില്ലായിരുന്നിട്ടും അത് പൂർത്തിയാക്കുവാൻ സാധിച്ചു. പിന്നെ ഒരു വാഹനം വാങ്ങുക എന്നത് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഒത്തിരി നാളായി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. ഒരു തടസ്സവും കൂടാതെ തന്നെ ഒരു വാഹനം വാങ്ങുവാനും ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. പേരൂർ എന്ന കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2018 ഡിസംബർ 7-ാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഡിസംബർ 7 ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടൊരു കൂട്ടുകാരി പെൺകുട്ടിയാണ് വന്നത്. അവർ തിടുക്കം വെച്ചു, ഇന്ന് എടുക്കണ്ട, നമുക്ക് പോകാം, വേറൊരു ദിവസം നമുക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൗണ്ടറിൽ ഇരുന്ന ഒരു സഹോദരനോട് ചെന്ന് ചോദിച്ചു, ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് അപേക്ഷയൊക്കെ എഴുതി, ഇനി വേറൊരു ദിവസം വന്ന് എടുത്താൽ മതിയോ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം മോളെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് വെച്ച വിഷയം എൻ്റെ മോൾക്ക് ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. കാരണം എൻ്റെ മോളുടെ 3-3.25 വയസ്സിൽ അവിടെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ ഒത്തിരി വിഷമതയും പ്രയാസവും ഒക്കെ നടന്ന്
കഷ്ടപ്പെട്ട് കൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഒത്തിരി വിഷമതയും പ്രയാസവും ഉള്ളതുകൊണ്ട് എൻ്റെ മോൾക്ക് നാളെ ഒരു സ്വന്തം കാലേ നിൽക്കാനൊരു കഴിവ് വേണം എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ അവളെ ഞാൻ കൂടുതൽ PSC ടെസ്റ്റ് എഴുതിപ്പിക്കുകയും ഒരു ജോലി എത്രയൊക്കെ ആണെങ്കിലും ജോലി നീ സമ്പാദിക്കണമെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ അവൾ PSC എഴുതിക്കൊണ്ടിരുന്നു. അപ്പം ഇവിടെ വിഷയം വെച്ചപ്പോഴേ ഒന്നാമത്തെ വിഷയം ഞാൻ എൻ്റെ മോക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കണം എന്ന് മാത്രമായിരുന്നു. പിന്നെ എനിക്കൊരു രണ്ടാമത് വെച്ചത് എൻ്റെ അനിയത്തിയുടെ മകൻ്റെ വിവാഹം നടത്തി തരണം. അത് മൂന്നാമത് വെച്ചത് എനിക്കൊരു നല്ല ഭവനം വേണം. ഒരു ചെറിയ ഭവനമായിരുന്നു എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്. ആ വീട്ടിൽ ഞങ്ങൾ കഴിയുമ്പോൾ നല്ല സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എനിക്കൊരു വീട് ലഭിക്കണം എന്നായിരുന്നു. ഞാൻ ആ വിഷയം വെച്ചു പ്രാർത്ഥിച്ചു. പല പ്രാവശ്യവും ഞാൻ ആ വീടിന് വേണ്ടി ലോണും ഒക്കെ എടുക്കാൻ നോക്കിയിട്ടൊന്നും ലഭിച്ചില്ല. സാമ്പത്തികം കുറവായതുകൊണ്ട് അത് ലഭിക്കാത്തതുകൊണ്ടും പിന്നെ എപ്പോഴെങ്കിലും നടക്കും, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റായി ഹെൽത്തിൽ 10 വർഷത്തെ സർവീസ് എനിക്ക് ജോലി കിട്ടിയായിരുന്നു. അത് പെൻഷനായത് 2020 ആ പെൻഷൻ പീരീഡിൽ കിട്ടിയ പൈസ എല്ലാം കൂടെ കൂട്ടി ഒരു 10 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2 മുറി അടുക്കള